മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പായിരുന്നു ഇന്ന്. അവിടുത്തെ പുതിയ ജനറൽ സെക്രട്ടറി, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവരെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. വരുന്ന വിവരം അനുസരിച്ച് അമ്മ എന്ന സംഘടനയുടെ 30ാം വാർഷിക പൊതുയോഗമായിരുന്നു. 2024-27 കാലഘട്ടത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നത്. മോഹൻലാല് നേരത്തെ പറഞ്ഞത് എതിരില്ലാതെ തന്നെ ലാലേട്ടൻ തെരഞ്ഞെടുത്തിരുന്നു പ്രസിഡന്റായിട്ട്. അതിനുശേഷം ഇന്ന് ജനറൽ സെക്രട്ടറി അങ്ങനെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവരുടെ എല്ലാം തെരഞ്ഞെടുപ്പാണ് നടന്നത്. ഇതില് നേരത്തെ ഇടവേള ബാബുവിന്റെ കയ്യിലിരുന്ന ജനറൽ സെക്രട്ടറി സ്ഥാനം ഇപ്പോൾ സിദ്ദീഖിന്റെ കയ്യിലാണ്. സിദ്ദീഖാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചത്. സിദ്ദീഖ് വിജയിക്കുകയും ചെയ്തു. ഇതിനു മുമ്പ് വിടവാങ്ങൽ പ്രസംഗത്തിൽ ഇടവേള ബാബു നടത്തിയ ചില പരാമർശങ്ങൾ അതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. താരസംഘടനയായ അമ്മയിലുള്ളവർ കൂടുതൽ പേരും തന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പല കാര്യങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ തന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചിരുന്ന സമയത്ത് പോലും ഇടവേള ബാബു പല കാര്യങ്ങളിലും ഇടവേള ബാബുവിനെ കൊണ്ടായിരുന്നു സംഘടന പത്രസമ്മേളനം നടത്തിയിരുന്നതും അതിന്റെ കാര്യങ്ങളെല്ലാം സംസാരിപ്പിച്ചിരുന്നതും. എന്നിട്ട് ആ സമയത്തും ഇടവേള ബാബുവിനായിരുന്നു ട്രോളുകളാണെങ്കിലും കുറ്റപ്പെടുത്തലുകളാണെങ്കിലും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇടവേള ബാബു പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: തന്നെ പലയിടങ്ങളിലും വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും അമ്മ സംഘടനയുള്ള ഒരാള് പോലും അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നാണ് ചുരുക്കത്തിൽ പറയുന്നത്. ആരും എന്നോടൊപ്പം നിന്നില്ല, ആരും ഒരുമിച്ച് നിന്നില്ല. ഇനി വരുന്ന സംഘടനയിൽ നേതൃത്വത്തിലേക്ക് വരുന്ന ആൾക്കാരെങ്കിലും നിങ്ങൾ സഹകരിക്കണം, അവരുടെ പ്രശ്നങ്ങളിൽ എല്ലാം നിങ്ങൾ ഇടപെടണം എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് ഇടവേള ബാബു. തനിക്ക് കിട്ടാത്ത പിന്തുണ ആയിക്കോട്ടെ മറ്റുള്ളവർക്ക് ഇനിയെങ്കിലും കൊടുക്കണം. തനിക്ക് തന്നില്ല, ഓക്കെ, പക്ഷെ മറ്റുള്ളവർക്കെങ്കിലും ഇനി പിന്തുണ കൊടുക്കണം എന്നാണ് ഇടവേള ബാബു പറയുന്നത്. ഇടവേള ബാബു പറയുന്നത് വെച്ച് നോക്കിയാൽ തനിക്ക് ആകെ അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് 8 മാസത്തോളമായിട്ട് ആണ് എനിക്ക് 50,000 രൂപ വെച്ച് കിട്ടുന്നത്. അതിൽ 20,000 രൂപ എൻ്റെ ഡ്രൈവർക്കും, 20,000 രൂപ ഫ്ലാറ്റ് വാടകയ്ക്കും, ബാക്കി 10,000 രൂപയാണ് ഞാൻ എൻ്റെ കൈകളിൽ ഉപയോഗിക്കാറുള്ളത്, എൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുള്ളത് എന്നും പറയുന്നുണ്ട്. അതിന് മുൻകൈ എടുത്തത് ജഗദീഷ് ആണെന്നും പറയുന്നു. 6 കോടിയോളം രൂപ ഇപ്പോൾ മാറ്റിയിരിപ്പ് വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രവർത്തന സമയങ്ങളിൽ ഞാൻ സംഘടനയ്ക്ക് വേണ്ടി മാറ്റിയിരിപ്പ് ഇപ്പോഴും വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. താൻ ഒരു തരത്തിലും വേറെ മറ്റുള്ള രീതികളിലും ഒന്നും പോയിട്ടില്ല. പക്ഷെ തനിക്കെതിരെ വ്യാപകമായ കുറ്റപ്പെടുത്തൽ സംഘടനയിൽ നിന്നും സൈബർ ആക്രമണങ്ങൾ, വെളിയിലും ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിട്ടിരുന്നു. അപ്പോഴും സംഘടനയിലുള്ള ആരും തനിക്ക് വേണ്ടി സംസാരിച്ചില്ല എന്ന് കൃത്യമായി അവിടെ പറയുന്നുണ്ട്. എന്തായാലും ഇടവേള ബാബു ആ പറയുന്നത് വെച്ച് നോക്കിയാൽ ഇതിപ്പോ രാഷ്ട്രീയ പാർട്ടികളിൽ ഉള്ളതുപോലെ തന്നെയാണ് ഇപ്പോൾ അമ്മ സംഘടന. നമുക്ക് എല്ലാവർക്കും അറിയാം, അമ്മ സംഘടനയിൽ ഇപ്പം വിഭാഗീയത ഭയങ്കരമാണ്. രണ്ട് ചേരിയാണ്. രണ്ട് ചേരിയിൽ നിന്നാണ് സംസാരിക്കുന്ന പല കാര്യങ്ങളിലും. നമ്മൾ പല പ്രശ്നങ്ങളിലും അത് കണ്ടിട്ടുമുണ്ട്. എന്തായാലും ഇപ്പോൾ പുതിയ ഒരു നേതൃത്വം വന്നിട്ടുണ്ട്. മുൻനിര താരങ്ങൾ പലരും മത്സരരംഗത്ത് ഇല്ലായിരുന്നു. എന്നാലും നമ്മൾ ജനറൽ സെക്രട്ടറി ആയിട്ട് സിദ്ദീഖ് മത്സരിച്ചിരുന്നു. സിദ്ദീഖ് വിജയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ജഗദീഷിനെയും ആർ ജയൻ ചേർത്തല ഇവർ രണ്ടുപേരും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ വെളിയിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച്. പിന്നെ ഉണ്ണി മുകുന്ദൻ നേരത്തെ ട്രഷററായിട്ട് എതിരൊന്നുമില്ലാതെ തെരഞ്ഞെടുത്തിരുന്നു. ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ബാബുരാജ് വിജയിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇപ്പോൾ നമുക്ക് ബിഗ് ബോസിൽ എല്ലാം പരിചയമുള്ള, ബിഗ് ബോസ് വഴി ഏറ്റവും കൂടുതൽ പരിചിതമായ മുഖം എന്ന് തന്നെ പറയാം, അൻസിബയായിരുന്നു. അൻസിബ ഹസൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കലാഭവൻ ഷാജോണ്, സുരാജ് വെഞ്ഞാറമൂട്, ജോയി മാത്യു, സുരേഷ് കൃഷ്ണ, ടിനി ടോം, അനന്യ, വിനു മോഹൻ, ടൊവിനോ തോമസ്, സരയു എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വെളിയിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 4 ലേഡീസാണ് ബൈലോ പ്രകാരം അമ്മയുടെ സംഘടനയിലേക്ക് വേണ്ടത്. ഇപ്പോൾ 3 പേരെ ആയിട്ടുള്ളൂ: സരയു, അനന്യ, അൻസിബ. അപ്പോൾ ഇനി ഒരാളെ തെരഞ്ഞെടുക്കുന്നത് എനിക്ക് തോന്നുന്നു അവിടുത്തെ കമ്മിറ്റി തീരുമാനിച്ചുള്ള തെരഞ്ഞെടുക്കുമെന്ന് തോന്നുന്നു. എന്നാലേ കോറം പൂർത്തിയാകൂ. അതിനുള്ള ചർച്ചകൾ നടക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത്, തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ ചർച്ചാ വിഷയമായത് ഈ ഇടവേള ബാബു നടത്തിയ പരാമർശമാണ്. താൻ ഒരു പെയ്ഡ് ജനറൽ സെക്രട്ടറി ആണെന്ന് പലരും പറഞ്ഞു. അതിനെതിരെ പോലും താരസംഘടനയിലുള്ള ഒരാളും ഒരു മറുപടി പറയുകയോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുകയോ ചെയ്തില്ല. ഇടവേള ബാബു കറക്റ്റായ പോയിന്റുകൾ പറഞ്ഞു തന്നെ സംഘടനയെ ഒന്ന് ഇരുത്തിയിട്ടുണ്ട്. എനിക്കങ്ങനെയാണ് തോന്നിയത്. എന്ന് വെച്ചാൽ സംഘടനയിൽ വിഭാഗീയത ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് നേരത്തെ അറിയാം. നേരത്തെയും സംഘടനയിൽ വിഭാഗീയത കളം തീർത്തി നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇടവേള ബാബുവിനെതിരെയും ഒരുപാട് പരാമർശങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്ന സമയങ്ങളുണ്ട്. എന്തായാലും ഇടവേള ബാബു സ്വയം മാറിയതാണ്. ഇടവേള ബാബു ഇനി ഞാൻ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇല്ല, ഞാൻ അമ്മയുടെ സംഘടനയിലേക്ക് ഇനി സ്ഥാനങ്ങളൊന്നും വഹിക്കുന്നില്ല എന്ന് പറഞ്ഞത് സ്വയമേ മാറിയതാണ്. എന്തായാലും ഇപ്പോൾ ഇതാണ് നമുക്ക് വെളിയിൽ വരുന്ന റിപ്പോർട്ട്. ഇന്ന ആൾക്കാരെ തെരഞ്ഞെടുത്തു എന്നുള്ളത്. ഇനി കൂടുതൽ വിവരങ്ങൾ പ്രസ് മീറ്റ് വഴി അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പ്രസ് മീറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശ രൂപം കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ വിവരം ഇതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.